വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം. മുന്നറിയിപ്പുകൾ. 3-ാം പ്രാവശ്യമാണ് ഞാൻ നിങ്ങളെ സന്ദർശിക്കാൻ പോകുന്നത്. 2-3 സാക്ഷികളുടെ മൊഴിയിന്മേൽ ഏത് കാര്യവും സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എൻ്റെ രണ്ടാം സന്ദർശന വേളയിൽ ഞാൻ ചെയ്തതുപോലെ ഇപ്പോൾ എൻ്റെ അസാന്നിധ്യത്തിലും അവർക്കു ഞാൻ താക്കീതു നൽകുന്നു. ഞാൻ വീണ്ടും വന്നാൽ അവരെ വെറുതെ വിടുകയില്ല. ക്രിസ്തു എന്നിലൂടെ സംസാരിക്കുന്നു എന്നതിനു തെളിവാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് ഇടപെടുന്നതിൽ അവൻ ദുർബലനല്ല, ശക്തനാണ്. അവൻ ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു, എന്നാൽ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ജീവിക്കുന്നു. ക്രിസ്തുവിൽ ഞങ്ങളും ബലഹീനരാണ്, എന്നാൽ നിങ്ങളോട് പെരുമാറുമ്പോഴാകട്ടെ ഞങ്ങൾ അവനോടുകൂടെ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ജീവിക്കും. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുത് എന്നാണ് ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന. ഞങ്ങൾ പരീക്ഷയിൽ വിജയിച്ചവരായി കാണപ്പെടണമെന്നില്ല. ഞങ്ങൾ പരാജിതരായി കാണപ്പെട്ടാലും നിങ്ങൾ നന്മ പ്രവർത്തിക്കണം. സത്യത്തിനു വേണ്ടിയല്ലാതെ സത്യത്തിനെതിരായി ഒന്നും ചെയ്യുക ഞങ്ങൾക്ക് സാധ്യമല്ല. ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ബലവാന്മാരും ആയിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു. നിങ്ങളുടെ പുനരുദ്ധാരണത്തിനു വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ വരുമ്പോൾ കാർക്കശ്യത്തോടെ അധികാരം പ്രയോഗിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ നിന്ന് അകലെയായിരിക്കുമ്പോൾ ഇതെഴുതുന്നു. കർത്താവ് എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നതു നിങ്ങളെ വളർത്തിയെടുക്കാനാണ്, നശിപ്പിക്കാനല്ല. അഭിവാദനങ്ങൾ. അവസാനമായി സഹോദരെ, സന്തോഷിക്കുവിൻ, നിങ്ങളെ തന്നെ നവീകരിക്കുവിൻ, എൻ്റെ ആഹ്വാനം സ്വീകരിക്കുവിൻ, ഏകമനസ്കരായിരിക്കുവിൻ, സമാധാനത്തിൽ ജീവിക്കുവിൻ. സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും ദൈവം നിങ്ങളോട് കൂടെയുണ്ടായിരിക്കും. വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം അഭിവാദനം ചെയ്യുവിൻ. വിശുദ്ധരെല്ലാവരും നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇനി നമ്മൾക്ക് 2 കൊറിന്തോസ് 13-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ കേൾക്കാം. ഒന്നാമത്തെ ചോദ്യം: 2 കൊറിന്തോസ് 13-ാം അധ്യായത്തിലെ എത്ര ശീർഷകങ്ങൾ ഉണ്ട്? ഏതെല്ലാം? ഉത്തരം: 2 ശീർഷകങ്ങൾ: മുന്നറിയിപ്പുകൾ, അഭിവാദനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം: എത്രാമത്തെ പ്രാവശ്യമാണ് പൗലോസ്ലീഹ കൊറിന്തോസുകാരെ സന്ദർശിക്കാൻ പോകുന്നത്? ഉത്തരം: 3-ാമത്തെ പ്രാവശ്യം. മൂന്നാമത്തെ ചോദ്യം: ഏത് കാര്യവും എങ്ങനെയാണ് സ്ഥിരീകരിക്കേണ്ടത്? ഉത്തരം: 2-3 സാക്ഷികളുടെ മൊഴിയിന്മേൽ. നാലാമത്തെ ചോദ്യം: ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടത് ആരാണ്? ഉത്തരം: ക്രിസ്തു. അഞ്ചാമത്തെ ചോദ്യം: 2 കൊറിന്തോസ് 13-11 പൗലോസ്ലീഹ ദൈവത്തെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? ഉത്തരം: സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും ദൈവം. ആറാമത്തെ ചോദ്യം: വിശുദ്ധ ചുംബനം കൊണ്ട് എന്ത് ചെയ്യുവാനാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: അന്യോന്യം അഭിവാദനം ചെയ്യുവിൻ. ഏഴാമത്തെ ചോദ്യം: പൗലോസ്ലീഹ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ആർക്കാണ്? ഉത്തരം: പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും. എട്ടാമത്തെ ചോദ്യം: എന്തിനുള്ള തെളിവാണ് കൊറിന്തോസുകാർ ആഗ്രഹിക്കുന്നത്? ഉത്തരം: ക്രിസ്തു പൗലോസ്ലീഹയിലൂടെ സംസാരിക്കുന്നു എന്നതിനുള്ള തെളിവ്. ഒൻപതാമത്തെ ചോദ്യം: അവൻ ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടുവെങ്കിലും ജീവിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം: ദൈവത്തിൻ്റെ ശക്തി കൊണ്ട്. പത്താമത്തെ ചോദ്യം: ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന എന്താണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുത് എന്ന്.